സൗത്ത് ഗോവയിൽ നിന്ന് നമ്മൾ നോർത്ത് ഗോവ പോവാണ് കേട്ടോ. അവിടെയാണ് ഇനി കളികള്. മാക്സിമം ഗവൺമെൻറ് ട്രാൻസ്പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുക, അതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മുടെ പോക്കറ്റ് കാലിയാകാതെ കാശ് ചോരാതെ ഈസി ആയിട്ട് യാത്ര ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്നലെ 11 മണിക്ക് രാത്രി മഡ്ഗോൺ സ്റ്റേഷനിൽ ഇറങ്ങി. ഇപ്പോൾ നെക്സ്റ്റ് ഡേ രാവിലെ ഞങ്ങൾ നോർത്ത് ഗോവ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ പ്രൈവറ്റ് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇതാണ് ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സിൻ്റെ കോലട്ടോ. ഡേർട്ടി ആയിട്ടുള്ള ഒരു ബസ്സാണ്. നമ്മൾ കേരളത്തിൽ കമ്പയർ ചെയ്യുമ്പോൾ വളരെ വെസ്റ്റ് ബസ്സാണ്. അല്ല, ഈ ബസ് കാണുമ്പോൾ തന്നെ അറിയാം ശരിക്കും ഒരു ഫിറ്റ്നസ് പോലും കൊടുക്കാൻ പറ്റാത്ത ബസ്സാണല്ലേ. അത് വെച്ച് നോക്കുമ്പോൾ കേരളത്തിലേക്ക് പ്രൈവറ്റ് ബസ്സും പിന്നെ നമ്മൾ പുറത്തുനിന്ന് വരുന്ന ആളാണെങ്കിൽ പോലും അവിടെ അവർ എടുക്കുന്ന റേറ്റ് എല്ലാം എന്താ പറയുക വിശ്വസിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, തോന്നിയ റേറ്റാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? അതെ, അപ്പോൾ അതിലുള്ള കുറേ ആൾക്കാരുണ്ട് പല ജോലികൾക്കും പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് അവിടെ ചാർജ് നോക്കിയപ്പോൾ അവർ ഒരാൾക്ക് തന്നെ ഭയങ്കര ഹൈ എമൗണ്ടാണ് പറയുന്നത്. ലോക്കൽ ബസ്സാണ് ശരിക്കും, അതായത് ഓട്ടോറിക്ഷ എടുത്ത് പോകുന്ന ചാർജാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനിടയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. ചെറിയ വണ്ടിയാണ്, അതിനകത്ത് ഒരുപാട് പേരെ കുത്തി നിറച്ചിട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ പ്രൈവറ്റ് ബസ്സിൻ്റെ യാതൊരുവിധ ഇതും ഇല്ല അതിനകത്ത്. ചെറിയൊരു ആക്രി വണ്ടി പോലുള്ള വണ്ടിയിലെ പിന്നെ നീറ്റ്നെസ് എന്ന് പറഞ്ഞാൽ ഒട്ടുമില്ല. അപ്പോൾ കിട്ടിയ സീറ്റിലൊക്കെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഇരുന്നു. പുറത്തെ ഗോവയുടെ കാഴ്ചകളാണ് ആ ഒരു പഴയ വീടുകളും അല്ലേ, പഴയ വീടുകളും. അതിൽ നമ്മൾ പോണ വഴിക്ക് ഒരു സിവിൽ ആൻഡ് ക്രിമിനൽ കോർട്ട് കാണാം. ഇതെല്ലാം പഴയ രീതിയിൽ സൗത്ത് ഗോവയാണ് ഇതെല്ലാം കാണിക്കുന്നത്. നമ്മൾ ഇവിടുന്ന് നോർത്ത് ഗോവയിലേക്ക് പോകുമ്പോൾ കാണാവുന്ന കാഴ്ച. ഇതാണ് ഇവിടുത്തെ സിവിൽ ആൻഡ് ക്രിമിനൽ കോർട്ട്. അതിൻ്റെയൊക്കെ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഉണ്ട്. പഴയ ഒരു ബ്രിട്ടീഷ് കാലഘട്ടത്തെ ഓർക്കുന്ന ഒരു സാധനം. പോർച്ചുഗീസ് അല്ലേ. പിന്നെ കുറെ വീടുകളൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് വന്നിട്ടുണ്ട്. പക്ഷെ കൂടുതലും അവര് ആ ഒരു പോർച്ചുഗീസ് ടീമിന്റെ ആ ഒരു കാഴ്ചപ്പാടിലാണ് ബിൽഡിംഗ് ഇപ്പോഴും പണിതുകൊണ്ടിരിക്കുന്നത്. അതെ അതെ, അത് മാത്രമേ ഇവിടെ ഒരു പ്രത്യേകതയുള്ളൂ. ഇപ്പൊ നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി. ഇതാണ് പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ്. നമ്മുടെ KSRTC പോലെ KSRTC പോലുള്ള ഒരു ബസ് സ്റ്റാൻഡാണ് ഇത്. അവിടുത്തെ ഗവൺമെന്റിന്റെ കീഴിലുള്ളതാണ്. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് ആദ്യം ടിക്കറ്റ് എടുക്കണം അല്ലേ. കടമ്പ എന്നാണ് ബസ്സിന്റെ പേര്. അവർ ആ ട്രാൻസ്പോർട്ട് ഇതിന് പറയുന്നത് കടമ്പ സർവീസ് എന്നാണ് പറയുന്നത്. ഇതാണ് ആ ബസ്സിന്റെ അവസ്ഥ നോക്കിയാലും കമ്പാരിറ്റീവ്ലി ആ ബസ് നോക്കുമ്പോൾ ഈ ബസ് ഫൈൻ, കുഴപ്പമില്ല. റേറ്റ് വെച്ച് നോക്കുമ്പോൾ പറ്റിക്കില്ല, കാരണം ഇത് പബ്ലിക് ട്രാൻസ്പോർട്ട് ആയതുകൊണ്ട് പറ്റിക്കില്ല. പക്ഷെ വണ്ടികളുടെ അവസ്ഥയൊക്കെ വളരെ മോശമാണ്. ഇതാണ് അവിടുത്തെ ഫിഷ് മാർക്കറ്റ്. ഈ ഫിഷ് മാർക്കറ്റിലാണ് ഇവിടെയാണ് നമ്മൾ അവിടുത്തെ ആൾക്കാർ ലോക്കലായിട്ട് ഫിഷ് ഒക്കെ എടുക്കാൻ പോകുന്നത്. നമ്മൾ ആ വഴിയിലൂടെയൊക്കെ പാസ് ചെയ്യാണ്. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ചു മുമ്പ് കണ്ടത് ഫിഷ് മാർക്കറ്റാണ്. ഇനിയിപ്പോൾ നമ്മൾ യാത്ര തുടരുകയാണ്. നേരെ നോർത്ത് ഗോവയിലേക്കാണല്ലേ. 1 മണിക്കൂറോളം യാത്രയുണ്ട് തോന്നുന്നു. 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ എത്തും. നമ്മൾ നോർത്ത് ഗോവയിൽ കൂടുതൽ ആക്ടിവിറ്റീസ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഒരു 40 മിനിറ്റ് യാത്രയിലാണ്. രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. സ്ട്രൈറ്റ് നോർത്ത് ഗോവയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഇനി കളികള്. നമ്മുടെ കേരളത്തിലെ ഒരു സംസ്കാരമല്ല ഗോവയിലുള്ളത്. പല തട്ടിപ്പുകളും ഇവിടെ നടക്കുന്നുണ്ട്. കാരണം നമ്മൾ 7 കിലോമീറ്റർ യാത്രയ്ക്ക് 40 രൂപ വെച്ചിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. പുറത്ത് അന്വേഷിച്ചപ്പോൾ 20 രൂപയാണ് പറയുന്നത്. അപ്പോൾ ഏകദേശം നല്ലൊരു എമൗണ്ട് അതിൽ നമുക്ക് നഷ്ടമായി പോയി. വരുന്നത് മെയിനായിട്ട് ഇവിടെ വന്ന് സർക്കാർ വാഹനങ്ങൾ മാത്രം ഉപയോഗിക്കാൻ നോക്കുക. അതായത് ഇവിടെ അവിടുത്തെ KSRTC പോലെ ഇവിടെ കദംബ ആണ് ഇവിടുത്തെ ട്രാൻസ്പോർട്ടിന്റെ പേര്. അപ്പോൾ ആ വണ്ടികൾ മാത്രം ഉപയോഗിക്കാൻ നോക്കുക. മാക്സിമം ഗവൺമെൻറ് ട്രാൻസ്പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുക, അതായിരിക്കും ഏറ്റവും നല്ലത്. എൻ്റെ തൊട്ടടുത്തിരുന്നൊരു ചേട്ടനാണ്, യാത്രക്കാരനാണ് പറഞ്ഞത്, ആള് നിങ്ങളുടെ കയ്യിൽ നിന്ന് കൂടുതൽ പൈസയാണ് വാങ്ങിയത്. 40 രൂപയില്ല, പെർ ഹെഡ് 20 രൂപയേ ഉള്ളൂ. പക്ഷേ അയാൾ തർക്കിക്കാനൊന്നും പോകണ്ട, തർക്കിച്ചാലും പൈസ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പം നമ്മൾ പ്രൈവറ്റ് ടാക്സിയിൽ നമ്മൾക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു ബീച്ചിലേക്ക് പോണത്. അപ്പോൾ ആ പോകുന്ന വഴിക്കുള്ള ഒരു വലിയൊരു പുഴയും പിന്നെ അതുപോലെ തന്നെ അവിടെ ഏറ്റവും കൂടുതലുള്ള മേൽപ്പാലങ്ങൾ, അതൊക്കെ ഭയങ്കര രസമാണ് കാണാനായിട്ട്. നമുക്ക് ആ തിരക്ക് കുറയ്ക്കാനും ട്രാഫിക് കുറയ്ക്കാനൊക്കെ അവർ ചെയ്ത പ്ലാനിങ് ആണ് തോന്നുന്നു അല്ലേ. അതെ അതെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറേ സമയം ലാഭമായി. അതെ, പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ടാക്സി എടുത്തിട്ട് അവരെ പറഞ്ഞേച്ച് വീണ്ടും വേണമെങ്കിൽ അവരെ വിളിക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു സൗകര്യം അവർ ചെയ്തു തരും. ഇപ്പോൾ നമ്മൾ ആ ബീച്ചിലേക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഗോവയുടെ ഒരു എന്താ പറയുക ഒരു ശരിക്കും കേരളം പോലെ തന്നെ എനിക്ക് തോന്നുന്നില്ല ശരിക്കും.
ശരിക്കും എക്സാക്ട്ലി കേരളം പോലെയാണ്. കുറെ ബിൽഡിങ്ങുകൾ ഡിഫറെന്റ് ആണെങ്കിലും പോർച്ചുഗീസിന്റെ ആ ഒരു പഴയ ഇത് നിലനിർത്തിയിട്ട് അവര് ഇപ്പൊ കണ്ടില്ലേ ഈ പള്ളിയൊക്കെ ഉണ്ടോ, അതിന്റെ നിർമ്മിതി നോക്കുക, ആ ഒരു വെട്ടുകല്ലുകൊണ്ട് അല്ലേ, ആ ഒരു ഫീൽ അവർ നിലനിർത്തിയിട്ടുണ്ട്. ഇവിടെ വെയിൽ കൊള്ളാണ്ടിരിക്കാൻ എല്ലാവരും തൊപ്പി മേടിച്ച് വെക്കാണ്ട്, അമ്മാതിരി വെയിലാണ് അല്ലേ. പിന്നെ നമ്മൾ ബീച്ചിലെത്തുമ്പോൾ മുമ്പ് കുറെ കച്ചവടക്കാരുണ്ട്, അവര് നമ്മൾ തൊപ്പി, നമുക്ക് ആവശ്യമുള്ള ബാഗുകൾ എന്തൊക്കെയാണ് റിക്വയർമെന്റ്സ് അതെല്ലാം വാങ്ങിക്കാം. ചിലതൊക്കെ പ്രൈസ് കൂടുതലുണ്ട്. വിജയണ്ണേ തൊപ്പി, ലേഡീസ് തൊപ്പിയാ വെക്കുക, ആളറിയാണ്ട് വെക്കുകയാണ്, എന്തായാലും നന്നായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും തൊപ്പി ഓരോന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിട്ട് നിൽക്കുകയാണ്. അത്രയും വെയിലാണ്, സഹിക്കില്ല, വെയിൽ സഹിക്കില്ല, വെയിൽ ഭയങ്കര കൂടുതലാണ്. അപ്പൊ ബീച്ചിന്റെ അടുത്ത് എത്തുമ്പോൾ പകലായതുകൊണ്ട് ആ കടലിന്റെ ചെറിയൊരു ചൂട് നമുക്ക് എഫക്ട് ചെയ്യും. നല്ല ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ദാ കാണുന്ന ബീച്ച് അല്ലേ. അപ്പൊ ഇതിന് രണ്ട് സൈഡും ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ മദ്യ വിൽപ്പനശാലകളാണ്. കാരണം അവിടെ ഈ ഗോവയിലെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യമാണ്. കാരണം നമ്മൾ മെഡിക്കൽ സ്റ്റോർ പോലെ രണ്ട് സൈഡും മദ്യമാണ്. അതെ, ഗോവ മീൻസ് എൻജോയിങ് പ്ലേസ് ആണ്. അതെ, യഥാർത്ഥത്തിൽ ഞാൻ നോക്കുമ്പോൾ അവിടെ കേരളമായിട്ട് ഭയങ്കര സിമിലാരിറ്റിയാണ് എല്ലാ കാര്യങ്ങളിലും. ഇപ്പോൾ ബീച്ച് എടുക്കുകയാണെങ്കിൽ അവിടെ അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മൾ ഈ ടൂറിസ്റ്റിനെ ആകർഷിക്കാനായിട്ട് പല ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ശരിക്കും ഗോവയിലേക്ക് വരേണ്ടി വരുന്നത്. കാരണം ഈ ഒരു അന്തരീക്ഷം ശരിക്കും കേരളത്തിലുണ്ട്. പക്ഷെ അത് ഇവിടുത്തെ ഗവൺമെന്റും അതിൻ്റെതായിട്ടുള്ള മാനേജ്മെന്റും ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ കേരളം തന്നെയായിരിക്കും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗോവ. ഇവിടെ ഉള്ള ആ ഒരു ക്ലൈമറ്റ് ആയാലും ഇവിടുത്തെ രീതികളായാലും സിമിലർ ടു കേരളയാണ് അല്ലേ. തീർച്ചയായും. ഇപ്പോൾ നമ്മൾ അതാണ് ബീച്ച്. ഈ ബീച്ചിലേക്ക് നമ്മൾ ഇറങ്ങുന്ന ഒരു വിശാലമായ ഒരു ബീച്ചാണ്. അത് ഫുള്ള് ടൂറിസ്റ്റ് കൊണ്ട് നിറഞ്ഞ ആ സമയമാണ് ഇപ്പോൾ അല്ലേ. അതെ. പിന്നെ ബീച്ചിലൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള ഇപ്പോൾ കുളിക്കാനോ അല്ലെങ്കിൽ ബാത്റൂം പോകാനുള്ള എല്ലാ സൗകര്യവും സൈഡിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബീച്ച് ഭയങ്കര നീറ്റാണ് അല്ലേ. കുറേ ടൂറിസ്റ്റ് വിദേശിയൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ വിജയേട്ടൻ വെള്ളത്തിലെടുത്ത് ചാടി എല്ലാവരും ആ ഒരു ഗോവൻ എക്സ്പീരിയൻസ് അല്ലേ തീർച്ചയായിട്ടും എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ അതിന്റെ എന്തൊക്കെയാണ് കാഴ്ചകൾ നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത്. പ്രത്യേകിച്ചും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുഡിന്റെ ആ ഒരു കോസ്റ്റ്, ഒരു സാധാരണ ഫുഡ് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായി അല്ലേ. നമ്മൾ വളരെ ബുദ്ധിമുട്ടി ഫുഡ് കഴിക്കാൻ. സോ നെക്സ്റ്റ് ഈസ് വി ആർ ഗോയിങ് ടു night life of Goa, which is a fantastic time what we spend at over there. We're not as tough. Don't wanna test your luck with me. I think I've had enough disease. I'm sick of all the bad thoughts, people who were have-nots, who are not as tough as me. Don't wanna test your luck with me. I think I've had enough disease. I'm sick of all the bad thoughts, people who were have-nots, who are not as tough as me. അപ്പോൾ ഗോവയുടെ ഏറ്റവും ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ നൈറ്റ് ലൈഫാണ്. ഈ സ്ട്രീറ്റിൽ നമ്മൾ നേരത്തെ വരുമ്പോഴേ ഒരു മനുഷ്യന്മാരുണ്ടായിരുന്നില്ല. ഇപ്പോൾ നോക്കാം, സ്ട്രീറ്റ് ഫുള്ള് ടൂറിസ്റ്റുകൾ നിറഞ്ഞു. അവിടെയാണ് ആ ബിസിനസ്, പലതരം ബിസിനസ്സാണ്, അവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല അല്ലേ. അതെ തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ഇത് നോക്കുമ്പോൾ നമ്മൾ പല ആളുകളും ഈ രാത്രി വലിയ വലിയ വണ്ടി കൊണ്ട് വരാതിരിക്കാൻ ശ്രമിക്കുക. ടൂ വീലർ ആണെങ്കിൽ അത് പോകാൻ നല്ല ഇതാണ്. കാരണം പാർക്കിംഗ് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. നമ്മൾ ആ സ്ട്രീറ്റിലൂടെ നടക്കുകയാണ്, രണ്ട് സൈഡും ഒരു ടൂറിസ്റ്റ് വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവനെ മാടി വിളിക്കുന്ന പല പല സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്ന കടകൾ, ഭക്ഷണമായാലും ഫുഡായാലും എല്ലാ രീതിയിലും അവിടെ നമുക്ക് പോകാൻ പറ്റും. ഇതിലൊരു പ്രത്യേകത എനിക്ക് പറയാനുള്ളത്, ഒരു കാരണവശാലും നിങ്ങൾ ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്യരുത്. കാരണം ഇവിടെ ഓൺലൈൻ ടാക്സി ഭയങ്കരമായിട്ട് നമ്മൾ ഡിലേ ആക്കും. പകരം തൊട്ടടുത്ത് തന്നെ ടാക്സി സ്റ്റാൻഡുകളുണ്ട്. സ്ട്രീറ്റ് ഇങ്ങനെ കിടക്കുകയാണ്, നമ്മുടെ കൂടെ വന്നവരൊക്കെ പല ഭാഗത്തേക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ. പിന്നെ ഞാനും പ്രവീണും കൂടെ നടന്നത്. അപ്പോൾ ഞങ്ങൾ നടന്നപ്പോൾ കുറേ കാഴ്ചകളും ഭക്ഷണങ്ങളും ആൾക്കാർ ഇങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും ഇറ്റ് ഈസ് റിയലി ഫാന്റാസ്റ്റിക് പ്ലേസ്. നമ്മൾ ഒരിക്കലെങ്കിലും ഗോവയിൽ പോകണം. സ്ട്രീറ്റ് ഫുഡിൻ്റെ എല്ലാ ഒരു ചേരുവകളും അവിടെ ഉണ്ട്. പിന്നെ ഒരു പ്രത്യേകതയും കൂടെ എനിക്ക് ഹൈലൈറ്റ് ചെയ്യാനുള്ളത്, ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഞങ്ങൾക്ക് ആക്ച്വലി ഇറ്റ് ഹൈ കോസ്റ്റായി. പക്ഷെ നിങ്ങൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ സ്ട്രീറ്റ് വന്ന് കഴിച്ചു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് വെരി ചീപ്പായിട്ട് ഫുഡ് കിട്ടും, ക്വാളിറ്റി ഫുഡും കിട്ടും. ഒരു ബിരിയാണിക്ക് 150 രൂപ റേഞ്ചാണ് ഇവിടെ ഉള്ളൂ. പിന്നെ നമ്മൾ മെയിനായിട്ട് പറയാനുള്ളത്, നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോവയിൽ ബഡ്ജറ്റ് അങ്ങനെ കുറയ്ക്കാമെന്ന്. അത് മെയിനായിട്ട് നമ്മൾ ട്രെയിൻ ടിക്കറ്റൊക്കെ പറഞ്ഞു ഓൾറെഡി. പക്ഷേ ഹോട്ടൽ നേരത്തെ ബുക്ക് ചെയ്യുക, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കൂടെ നമുക്ക് കിട്ടും. ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടലിൽ കോംപ്ലിമെൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ആ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കരമായിട്ട് നല്ല ഫുഡായിരുന്നു. പിന്നെ അതുപോലെ ബഡ്ജറ്റ് കുറയും ചെയ്യും. നമ്മൾ ഇവിടെ വന്നിട്ട് ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ ഒരിക്കലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവില്ല. അപ്പോൾ നേരത്തെ ഓൺലൈനിൽ ഹോട്ടൽസ് ബുക്ക് ചെയ്തിട്ട് വന്നാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാ ദിവസവും കിട്ടുകയും ചെയ്യും. അപ്പോൾ സ്ട്രീറ്റ് നമ്മൾ നടന്ന് എത്തുന്നില്ല. അപ്പോൾ ഈ കാഴ്ചകളാണ് ഞാൻ
അതായത് ഗോവയിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാഴ്ചകൾ ഈ നൈറ്റ് ലൈഫിലായിരുന്നു. അതെ. പിന്നെ രണ്ടാമത്തത് നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ ബീച്ചിൻ്റെ അടുത്തേക്ക് പോവാണ് അഗെയിൻ. അപ്പോൾ നമ്മൾ പല രീതിയിലുള്ള ഫുഡിൻ്റെ ആൾക്കാർ ഇങ്ങനെ റോഡിൽ ഇറങ്ങി തന്നെ നമ്മൾ ക്യാൻവാസ് ചെയ്യാൻ വരും. പിന്നെ സെക്കൻഡ് തിങ് നമ്മൾ പല രീതികളുണ്ട്, അത് നമ്മൾ സൂക്ഷിച്ച് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാനും വെയ്യാനും. പിന്നെ ഫുഡൊക്കെ നല്ല നീറ്റാണ്, സ്ട്രീറ്റ് ഇസ് വെരി നീറ്റാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫുഡ് പല സ്ഥലത്തും ഉണ്ട്, അന്വേഷിച്ച് ചെയ്യാം. ബീച്ചിൽ പോയിട്ട് ഒരിക്കലും ഭക്ഷണം കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക. That is what we learn from the lesson. If you like, please subscribe us and give the comments.